രാജ്യം കാത്തിരിക്കുന്ന ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ സാറ്റലൈറ്റ് വിക്ഷേപണം അല്പസമയത്തിനകം നടക്കും. ഇന്ന് രാത്രി 10 മണിക്ക് ഇരട്ട പേടകങ്ങളുമായി ISROയുടെ PSLV C-60 വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയരും. സ്പാഡക്സ് പരീക്ഷണം വിജയമായാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന അഭിമാനകരമായ കാര്യം കൂടി ഇതിലുണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ്. ചെന്നൈയിൽ നിന്നല്ല, ആന്ധ്രയിൽ നിന്നാണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് റഗീസ് തത്സമയം ചേരുന്നത്. റഗീസ്, വിവരങ്ങൾ പറയൂ റഗീസ്. റഗീസ്, യഥാർത്ഥത്തിൽ ഈ ദൗത്യം വിജയിക്കുകയാണെങ്കിൽ ISROയ്ക്കും നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? എത്രമാത്രം ദുഷ്കരമാണ് ഈ ദൗത്യം? ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെയും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ്, സ്പെയ്ഡെക്സ് എന്ന് വിളിക്കുന്ന ആ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റിന് തുടക്കം കുറിക്കാൻ ഇനി കുറച്ചു സമയം മാത്രമാണ് ബാക്കിയുള്ളത്. PSLV C-60 ഇന്ത്യയുടെ കരുത്തനായ റോക്കറ്റ് ലോഞ്ചർ ഇരട്ട പേടകങ്ങളുമായി അല്പസമയത്തിനുള്ളിൽ തന്നെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും യാത്രയാകും. അത് തീർത്തും ഒരു ചരിത്രമായിട്ടുള്ള യാത്രയാണ്. കാരണം സ്പേസ് ഡോക്കിംഗ് ആകെ കൈവരിച്ചിട്ടുള്ളത് 3 രാജ്യങ്ങൾ മാത്രമാണ്. 4ാമത്തെ രാജ്യമായി മാറാൻ ഇന്ത്യ പോവുകയാണ്. സ്പേസ് ഡോക്കിംഗ് എന്നാൽ ഈ സ്പേസിൽ വെച്ചുകൊണ്ട് 2 പേടകങ്ങളെ യോജിപ്പിക്കുന്ന ഒരു ദൗത്യമാണ്. ആ ഒരു ദൗത്യത്തിലേക്കുള്ള കാൽവെപ്പിനാണ് ഇതാ ഇപ്പോൾ തുടക്കമാകാൻ പോകുന്നത്. ഇരട്ട പേടകങ്ങളെയും വഹിച്ചുകൊണ്ട് PSLV C-60 യാത്രയാകും. ശേഷം 15 മിനിറ്റിനുള്ളിൽ ഈ ഭ്രമണപഥത്തിൽ ഇരട്ട പേടകങ്ങളെയും എത്തിക്കും. 2 പേടകങ്ങളെയും ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 450 കിലോമീറ്റർ ഉയരത്തിലാണ് അത്തരത്തിൽ അതിൻ്റെ ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കും. ശേഷം കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഇതിനെ 2നെയും ഉറപ്പിച്ചു നിർത്തും. പിന്നീട് ഈ 2 പേടകങ്ങൾ തമ്മിലുള്ള ദൂരം പതിയെ കുറച്ച് കൊണ്ടുവന്നാണ് സ്പേസ് ഡോക്കിംഗ് സാധ്യമാകുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾ എടുക്കും എന്നാണ്. ഔദ്യോഗികമായി 60 ദിവസം എടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രക്രിയ മുഴുവനായി പൂർത്തിയാവുകയുള്ളൂ. ആദ്യം സ്പേസ് ഡോക്കിംഗ് നടത്തിയതിനു ശേഷം പിന്നീട് ഈ പേടകങ്ങളെ തിരിച്ചും ഇത്തരത്തിൽ ആ ഡോക്കിംഗ് കഴിഞ്ഞ് അതിനെ വേർപെടുത്തുക കൂടി ചെയ്യുന്ന ഒരു ദൗത്യത്തിനാണ് ഇന്ത്യ തുടക്കം കുറിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഒരു സ്വന്തമായൊരു സ്പേസ് നിലയം എന്നുള്ള ഒരു ആഗ്രഹത്തിന്, ആ ഒരു പ്രതീക്ഷയ്ക്ക്, അതിൻ്റെ ഒരു ചുവടുവയ്പ്പിന് ഏറ്റവും നിർണായകമാണ് ഈ സ്പേസ് ഡോക്കിംഗ്. ഒപ്പം തന്നെ ഗഗൻയാൻ മിഷനുകൾക്ക്, ഒപ്പം തന്നെ ചന്ദ്രയാൻ 4 തുടങ്ങിയ പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദൗത്യത്തിനും ഏറ്റവും അധികം നിർണായകമാകാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ് ഈ സ്പേസ് ഡോക്കിങ്ങിലൂടെ ഇന്ന്